വിസ്മീറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം വിളിക്കുകയാണ്. എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ആരോപണം ഇതാണ്: പുള്ളിക്കാരൻ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെട്ടത്. വിളപ്പിശാല CTCയിൽ വെച്ചാണ് വിസ്മീർ മരണപ്പെട്ടത്. ഇതാണ് ഞങ്ങളുടെ ആരോപണം. അതിനെതിരെ അവിടുത്തെ ഹോസ്പിറ്റലിലെ ജീവനക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. 1:28 ഹോസ്പിറ്റലിൽ എത്തിയ ഒരു പെൺകുട്ടി രാത്രി ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. 1:30 മേളിൽ വെളിയിരിക്കേണ്ട അവസ്ഥ വന്നത്. അകത്ത് ഗ്രില്ല് പൂട്ടിയിട്ട് ഡോക്ടറും നേഴ്സും ഉറങ്ങുകയാണ്. ഒരു സെക്യൂരിറ്റി ഇല്ലാത്തത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. സെക്യൂരിറ്റി വയ്ക്കേണ്ടത് ആശുപത്രിക്കാരുടെ ആവശ്യമാണ്. 1:30 ശേഷമാണ് ഹോസ്പിറ്റലിൽ ഡോർ തുറന്ന് അകത്ത് കയറിയത്. അകത്ത് കയറിയ ഉടനെ 2 മിനിറ്റോളം ഡോക്ടറും നേഴ്സും തമ്മിൽ ചർച്ചയാണ്. സോഡിയം കുറഞ്ഞതാണോ അല്ലെങ്കിൽ കാൽസ്യം കുറഞ്ഞതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്നുണ്ട്. ഈ 2 മിനിറ്റിന് ശേഷമാണ് എൻ്റെ സിസ്റ്റർ ആവശ്യപ്പെട്ട് തുടർന്ന് നെബുലൈസേഷൻ കൊടുത്തത്. അതും അതിനകത്ത് ഒരു മരുന്നും ഒഴിക്കാതെ തലേ ദിവസം ഉപയോഗിച്ചത് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അവിടെ വെച്ച് വിസ്മീറിന്റെ ബോധം നഷ്ടപ്പെട്ടു. അതിനെ തുടർന്ന് എൻ്റെ പെങ്ങൾ ആവശ്യപ്പെടുകയാണ് CPR കൊടുക്കും, ബോധം പോയി. പക്ഷേ ഡോക്ടറോ നേഴ്സോ അത് ചെവിക്കൊണ്ടിട്ടില്ല. 1:34 ശേഷം ഒരു ഡോക്ടർ പറയുന്ന വെച്ചാൽ ഓക്സിജൻ കൊടുത്തു, ഇഞ്ചക്ഷൻ കൊടുത്തു, നെബുലൈസേഷൻ കൊടുത്തു. ഈ 4-5 മിനിറ്റ് കൊണ്ട് മൊത്തം ട്രീറ്റ്മെന്റ് ചെയ്തെന്ന് ഈ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? 1:37 ആംബുലൻസ് കയറ്റാണ്. 1:38 ആംബുലൻസ് ഗേറ്റ് ഔട്ടാണ്. 1:54 മെഡിക്കൽ കോളേജ് ഡോക്ടർ മരണം സ്ഥിരീകരിച്ചു. പുള്ളി മരണപ്പെട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞു. ഹൃദയം നിലച്ചിട്ട് 20 മിനിറ്റ് ആയെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ 1:34 അവിടെ വെച്ച് ബോധം പോകുമ്പോഴാണ് വിസ്മീർ മരണപ്പെട്ടത്. ഇതിനെതിരെ ഞങ്ങൾ കേരളത്തിൽ ആരോഗ്യമന്ത്രിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഞങ്ങൾ പരാതി കൊടുത്തായിരുന്നു. ഹ്യൂമൻ റൈറ്റ്സിന് എല്ലാവർക്കും കൊടുത്തായിരുന്നു. എന്നോട് എൻ്റെ പെങ്ങൾ പറയുകയാണ്, 20-ാം തീയതി പറയുക ഇതുപോലെയാണ് ഹോസ്പിറ്റലിൽ സംഭവം. ഞാനൊരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഞാൻ ആർമിക്കാരനാണ്. ഞാൻ ഡ്യൂട്ടി നോക്കിയ ശമ്പളം വാങ്ങുന്നത്. ഇതുപോലെ കിടന്നുറങ്ങിയിട്ടില്ല ഞാൻ ശമ്പളം വാങ്ങുന്നത്. നമ്മുടെ നാട്ടുകാരുടെ നികുതി പണം കൊണ്ടാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഇതുപോലെ കിടന്ന് ഉറങ്ങിയിട്ട് ശമ്പളം വാങ്ങാനാണെങ്കിൽ അവർക്ക് വീട്ടിൽ കിടന്നാൽ പോരെ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെത്തിച്ചു കൊടുത്താൽ പോരെ. ഇവിടെ വന്ന് വരേണ്ട ആവശ്യമില്ല. 20-ാം തീയതി എൻ്റെ പെങ്ങൾ എന്നോട് പറഞ്ഞ ആവശ്യപ്പെട്ടനുസരിച്ച് ഞാൻ ആ ഡോക്ടറിൻ്റെ നഴ്സിൻ്റെ നമ്പറിന് വേണ്ടിയിട്ട് ഞാൻ ആശാ വർക്കറിനെ കോൺടാക്ട് ചെയ്തു. അന്ന് രാത്രി CCTV നോക്കാം. 20-ാം തീയതി രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ സ്വമേധയാ പോയിട്ട് അവിടുത്തെ റിസപ്ഷനിലും ഡ്യൂട്ടി ഡോക്ടറോട് ഞാൻ നമ്പർ ആവശ്യപ്പെട്ടു. എനിക്ക് അവരുടെ നമ്പർ തരണം, ഞാൻ അവരോട് സംസാരിക്കാം, അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കേസ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആരും നമ്പർ തന്നില്ല. അതിനെ തുടർന്ന് പരാതി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ആ പരാതി കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 24-ാം തീയതിയാണ് 23-ാം തീയതി മീഡിയ അറിയിക്കുകയും പരാതി 23-ാം തീയതി കൊടുത്തായിരുന്നു. ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ വാദിഭാഗവും പ്രതിഭാഗവും രണ്ടിടത്തും അന്വേഷിക്കണം. ഈ മെഡിക്കൽ ഓഫീസറും DMOയും ഞങ്ങളെയോ എന്നെയോ എൻ്റെ പെങ്ങളെയോ ഒരു കോൾ ചെയ്തിട്ടില്ല. ഇവിടുത്തെ പരാതി മൊത്തവും എൻ്റെയും എൻ്റെ പെങ്ങളുടെ നമ്പറുണ്ട്. ഞങ്ങളെ DMOയോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറോ ആരും ഒരു കോളും ചെയ്തിട്ടില്ല. ഒരു സൈഡ് മാത്രം വാദിച്ചിട്ട് എങ്ങനെയാണ് അവരുടെ ഭാഗത്ത് പിഴവില്ലെന്ന് പറയുന്നത്? ഒരു അന്വേഷണം നടത്തുമ്പോൾ രണ്ട് സൈഡും അന്വേഷിക്കണ്ടേ? ഇതിനെ തുടർന്ന് ഞങ്ങൾ ഏതറ്റം വരെ ഇപ്പോൾ ഞങ്ങൾ തയ്യാറാണ് നിയമപരമായിട്ട്. കാരണം നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇതുപോലെ സംഭവിക്കാൻ ഉണ്ടാകാൻ പാടില്ല. വിളപ്പിശാല ഹോസ്പിറ്റലിൻ്റെ ഇതിന് മുൻപുള്ള അതിൻ്റെ ചരിത്രം എന്ന് വെച്ചാൽ അവിടെ പ്രസവ ശുശ്രൂഷ നടത്തിയ ഹോസ്പിറ്റലാണ്. ഇന്ന് അവിടുത്തെ ആംബുലൻസിനകത്ത് ഓക്സിജൻ പോലും ഇല്ല. ഒരു 1:37 ഒരു ഹോസ്പിറ്റലിന് ആംബുലൻസ് കയറ്റി വിടുകയാണ്. അതിനകത്തൊരു ഓക്സിജൻ സിലിണ്ടർ പോലും ഇല്ല. എപ്പോൾ CCTV ദൃശ്യം പുറത്തിറങ്ങി അന്ന് വൈകുന്നേരമാണ് ആംബുലൻസിനകത്ത് ഓക്സിജൻ സിലിണ്ടർ ഫിറ്റ് ചെയ്യുന്നത്. ഈ കയറുമ്പോഴുള്ള വിഷ്വലുള്ള ഇത് തിരിച്ചറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് വിഷ്വൽ തരുന്നില്ല? അകത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന വിഷ്വലുണ്ട്, അതൊന്നും തരുന്നില്ല അവർ.
ഈ 2 വിഷ്വൽ എടുത്തു കഴിഞ്ഞാൽ അറിയാം, ഒരു പറയുന്ന മൊത്തം പച്ചക്കളമാണ്. പുള്ളി മരണപ്പെട്ടത് 1:34 ഗവൺമെന്റ് പ്രൊഫഷണൽ ഹോസ്പിറ്റലിൽ വെച്ചാണ്. പുള്ളി അവിടെ മരണപ്രായത്തിൽ പുള്ളിയോടെ മലമൂത്ര വിസർജനം ചെയ്തായിരുന്നു. അതേ ബോഡി മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടത്തുമ്പോഴത്തേക്കും പോലീസിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ ആ ബോഡി ടേൺ ചെയ്ത് പുള്ളി മോഷന് പോയിട്ടുണ്ടായിരുന്നു. ശ്വാസമുട്ടൽ കാരണം പോയ ഒരു ഡോക്ടർ എന്താ ചെയ്യേണ്ടത്? രോഗിക്ക് എന്താണ് പ്രശ്നം? അതാണ് ആ ഡോക്ടർ ആദ്യം ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടത്. ഇത് രോഗിയെക്കാളും കൂടുതലായിട്ട് ടെൻഷൻ അടിക്കുന്ന ഡോക്ടറാണ്. അവർക്ക് എന്താണ് അവരുടെ അസുഖം ഒന്നും അറിയില്ല. പിന്നെ പറയുന്ന ഒരു ആരോപണമുണ്ട്, ഇവര് റെഫർ ചെയ്തു. ഒരു റെഫർ ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ശ്വാസമുട്ടൽ വരുന്നത് 17-ാം തീയതി, അത് വെളുപ്പിന് 2:30 മണിക്ക്. അന്നും ഇതേ സെയിം അവസ്ഥയായിരുന്നു. പോയി കോളിംഗ് ബെൽ അടിച്ചതിന് ശേഷമാണ് ഗ്രിൽ ഓപ്പൺ ചെയ്തത്. അന്ന് കൊടുത്ത ട്രീറ്റ്മെന്റ് എന്തുകൊണ്ട് 19-ാം തീയതി കൊടുത്തില്ല? അന്ന് അരമണിക്കൂറോളം അവിടെ ചിലവഴിച്ചു, നെബുലൈസേഷൻ കൊടുത്തു, ഇഞ്ചക്ഷൻ കൊടുത്തു, 3 മണിക്കൂർ കൂടി വീട്ടിൽ വന്നു. അതേ ട്രീറ്റ്മെന്റ് എന്തുകൊണ്ട് അവർ 19-ാം തീയതി കൊടുത്തിട്ടില്ല? തെറ്റ് ആര് ചെയ്താലും തെറ്റാണ്. അവർക്ക് അതിൻ്റെ തക്കാതെ പണിഷ്മെന്റ് കിട്ടണം. പേയ്മെന്റ് വാങ്ങിയിട്ടില്ലേ? ഇപ്പം അവരാരോപിക്കുന്ന വെച്ചാൽ പട്ടി കയറുന്നതുകൊണ്ടാണ് ആദ്യം ഗ്രില്ലടച്ചിട്ട് ആദ്യം പറഞ്ഞത്. പിന്നെ പറയുന്ന ഒരു ആശാ വർക്കർ എന്തോ ഒരു വീഡിയോ പറഞ്ഞുണ്ട്, ലേഡീസ് മാത്രമേ ഉള്ളൂ. ലേഡീസ് എന്തിനാണ് ഡോക്ടറാക്കുന്നവരോ വീട്ടിലിരുത്തുന്നത്? ലേഡീസ് എന്തിനാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് വരുന്നത്? വീട്ടിൽ ഇരുന്നാൽ പോലെ. അവിടെ ലേഡി ഡോക്ടറായാലും മെയിൽ ഡോക്ടറായാലും ശരി തന്നെയാണ്, ഫീമെയിൽ ഡോക്ടറായാലും രാത്രി ആയി കഴിഞ്ഞാൽ അവിടെ ഗേറ്റ് ലോക്കാണ്, അകത്ത് കിടന്ന് ഉറങ്ങാണ്. ആര് അത്യാവശ്യക്കാരും പോയി കോളിംഗ് ബെൽ അടിച്ചതിന് ശേഷമാണ് ഒരു ഹോസ്പിറ്റൽ തുറക്കുന്നത്. ഇവരുടെ ഈ അശ്രദ്ധ കാരണം പോയത് ഒരു കുടുംബമാണ്. ഒരു കുടുംബത്തിൽ ആകെ വരുമാനമായിരുന്നു. ഒരു സ്വിഗ്ഗി ഓടിയാണ് ഒരു കുടുംബം പുലർത്തിയിരുന്നത്. പുള്ളി ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല, 2 കുട്ടികളാണ്, 5-ഉം 11 വയസ്സുള്ള കുട്ടികൾ. അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ പിതാവാണ്. എൻ്റെ അനിയത്തി അവരുടെ ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടു. ചില ആൾക്കാർ പറഞ്ഞു 2 മിനിറ്റ് അല്ലേ, 2 മിനിറ്റ് കൊണ്ട് തുറന്നല്ലോ. ഈ 2 മിനിറ്റ് അവരെ പിടിച്ച് വെള്ളത്തിൽ മുക്കി വെച്ച് അവർ ജീവനോണ്ടിരിക്കുമോ? അല്ലെങ്കിൽ മൂക്കമായി പൊത്തിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുമോ 2 മിനിറ്റ്? 1 മിനിറ്റ് എന്ത് വേണം? നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ കുറച്ച് ആലോചിച്ചിടുക. ഇതേ അവസ്ഥ നാളെ നിങ്ങൾക്ക് ഉണ്ടാവും. അതെ സർ, 788 312619. അതെ.